പിണറായി എന്ന ഭീകരൻ്റെ കഴിഞ്ഞ 10 വർഷത്തെ വാഴ്ചയിൽ കേരളത്തിൽ പാവപ്പെട്ട നിരപരാധികളായ നൂറുകണക്കിന് ആളുകൾ കള്ളക്കേസിൽ കുടുക്കി ജയിലടയ്ക്കുകയുണ്ടായി. പിണറായിക്കെതിരെ ശബ്ദിക്കുന്നവരെ അടക്കം, അല്ലെങ്കിൽ സത്യം വിളിച്ചു പറയുന്നവരെ അടക്കം പിണറായി ജയിലടയ്ക്കുകയുണ്ടായി. അതിൽ എന്നെ 44 ദിവസമാണ് ജയിലടച്ചത്, 3 കേസുകളിലായിട്ട്. ഇതോടൊപ്പം തന്നെ നമുക്കറിയാം ഡോക്ടർ ജേക്കബ് വടക്കാഞ്ചേരി, അദ്ദേഹം മരുന്ന് ലോബിക്കെതിരെ ഫൈറ്റ് ചെയ്യുന്ന ഒരാളാണ്. പ്രകൃതി ചികിത്സയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, അതായത് മരുന്നില്ലാത്ത ചികിത്സ, പ്രകൃതി ചികിത്സ കൊണ്ട് അസുഖം മാറ്റാമെന്ന് കൃത്യമായി മനസ്സിലാക്കി അദ്ദേഹം ആ രംഗത്ത് വളരെ മുന്നോട്ട് വന്നിട്ടുണ്ട്. അദ്ദേഹം ഇന്ത്യയിൽ മാത്രമല്ല ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു നാച്ചുറോപ്പതിസ്റ്റാണ്. അങ്ങനെയുള്ള അദ്ദേഹത്തെ കോവിഡ് കാലത്ത് ചില മരുന്നുകൾ അത് വലിയ ദോഷം ചെയ്യും, ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ഉള്ള മരുന്നുകളാണ് എന്ന് വിളിച്ചു പറഞ്ഞതിനാണ് അദ്ദേഹത്തിനെതിരെ കള്ളക്കേസെടുത്ത് ദിവസങ്ങളോളം ജയിലടച്ചിട്ടുള്ളത്. അദ്ദേഹമായിരുന്നു തിരുവനന്തപുരത്ത് പ്രസ് ക്ലബിൽ നടന്ന ചടങ്ങിൽ, അതായത് പീഡിപ്പിക്കപ്പെട്ട, അതേപോലെ കള്ളക്കേസിൽ കുടുക്കി ജയിലടയ്ക്കപ്പെട്ട ആളുകളുടെ കൂട്ടായ്മയിൽ അത് നേതൃത്വം കൊടുത്തത് അദ്ദേഹമാണ്. സ്വാഗത പ്രസംഗം നടത്തി അദ്ദേഹം ഞെട്ടിക്കുന്ന ചില കാര്യങ്ങൾ വെളിപ്പെടുത്തുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ പ്രസംഗം പൂർണ്ണമായി കേൾക്കാം. ബാക്കിയുള്ളവര് ഒരു പ്രതിപക്ഷ ധർമ്മം മാനിക്കാൻ പാർട്ടികളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരുമായിരിക്കും. എന്തായാലും എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുകയാണ്. പ്രത്യേകമായ സ്വാഗതമോ അല്ലെങ്കിൽ ചടങ്ങുകളോ ഉദ്ദേശിച്ചില്ല. അനൗപചാരികമായ ഒരു തിരിച്ചറിവാണ് നാം നടത്തുന്നത്. അതിന്റെ കാരണങ്ങൾ എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ 10 കൊല്ലക്കാലമായ കേരള ഭരണത്തിൽ, പിണറായി വിജയന്റെ ഭരണത്തിൽ തിരുവായിക്ക് എതിർവാൻ പാടില്ല എന്നൊരു നിർബന്ധമാണ് നമുക്കുള്ളത്. അതിനെതിരെ പ്രതികരിച്ചതിന്റെ പേരിൽ വേട്ടയാടപ്പെട്ട അനേകം ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. കള്ളക്കേസ് വന്നവര്, ജയിലിലടക്കപ്പെട്ടവര്, കൊടിയ മർദ്ദനങ്ങൾ അനുഭവിച്ചവരൊക്കെയുണ്ട്. അവരുടെ എല്ലാവരുടെയും പ്രതിനിധികളായിട്ടാണ് വാസ്തവത്തിൽ നമ്മൾ ഒന്നിച്ച് ചേരുന്നത്. ലോകത്ത് എന്നും എക്കാലത്തും ഭരണകൂടങ്ങൾക്കെതിരെ നീതിയുടെ ഭാഗത്ത് നിന്ന് ശബ്ദിച്ചിട്ടുള്ളവരുണ്ടായിട്ടുണ്ട്. ഭരണകൂടത്തിന്റെ അപ്രീതിക്കിരകളായി കൊടിയ മർദ്ദനങ്ങളും യാതനകളും നീണ്ടു നിൽക്കുന്ന ജയിൽവാസവുമെല്ലാം അനുഷ്ഠിച്ചിട്ടുള്ളവരുണ്ട്. അവരുടെ എല്ലാം പോരാട്ടങ്ങളുടെ യാതനകളുടെ അനന്തരഫലമാണ് നാം ഇപ്പോൾ അനുഭവിക്കുന്ന ഇത്രമാത്രമെങ്കിലുമുള്ള ഒരു സ്വാതന്ത്ര്യം. വിശ്വപ്രസിദ്ധനായ എഴുത്തുകാരൻ റൊമൈൻ റോളണ്ടിന്റെ ജീൻ ക്രിസ്റ്റഫ് എന്ന നോവലില് ഒരു കഥാപാത്രം, ജീൻ ക്രിസ്റ്റഫ് തന്നെയാണ് ഒരു കഥാപാത്രം. രാജാവിന്റെ പീഡനങ്ങൾക്കിരയായി നാടുവിടേണ്ടതായിട്ട് തോന്നുന്നു. അവിടെയും അദ്ദേഹത്തിന്റെ ചോദ്യം ചെയ്യുന്ന സ്വഭാവം പ്രശ്നമുണ്ടാക്കി ജീവിതം നിരന്തരമായ യാതനയായി മാറിയ ജീൻ ക്രിസ്റ്റഫ് ഒരിക്കൽ നെടുവേർപ്പിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അവർ എന്നെ യാതന അനുഭവിപ്പിക്കട്ടെ, യാതനയും ജീവിതമാണ്. ഇപ്പോൾ പലപ്പോഴും അത് ദുരിതമാകാമെങ്കിലും പിന്നീട് ചരിത്രം അതിനെ ആവേശകരമായ രീതിയിലാണ് ആലേഖനം ചെയ്യുക. നീതിക്കായി പീഡകൾ സഹിക്കുന്നവരെ നിങ്ങൾക്ക് കഷ്ടം എന്നല്ല, നീതിക്കായി പീഡകൾ സഹിക്കുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ സ്വർഗരാജ്യം നിങ്ങൾക്കുള്ളതാണ് എന്ന് ക്രിസ്തു. തസ്മാത് സർവേഷു കാലേഷു മാം അനുസ്മര യുദ്ധേച്ഛ എന്ന് ഭഗവാൻ കൃഷ്ണൻ യുദ്ധഭൂമിയിൽ സ്വധർമ്മം അതിൽ ആശങ്കാകുലനായി നിൽക്കുന്ന അർജുനനോട്
ഭഗവാൻ കൃഷ്ണൻ പറയുകയാണ്, അല്ലയോ അർജുന, തസ്മാത് സർവേഷു കാലേഷു മാം അനുസ്മര യുദ്ധേച്ഛ. എന്നും എക്കാലത്തും നീ എന്നെ ഓർക്കുക, യുദ്ധം ചെയ്യുക. അസാധാരണമായ ജന്മഭാഗ്യം, ജന്മസുഹൃതമുള്ളവർക്ക് മാത്രമേ നീതിക്കായി പൊരുതാനുള്ള ആർജവം ഉണ്ടാകുന്നത്. അധികാരം തെറ്റായി ഉപയോഗിക്കുന്നതിനെ ചെറുക്കുന്നതിനുള്ള കരുത്ത് ജനങ്ങൾക്കുണ്ടാകുമ്പോഴാണ് ജനാധിപത്യം അർത്ഥവത്താകുന്നതെന്ന് പറഞ്ഞത് രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയാണ്. അധികാരം ഏതാനും പേരുടെ കൈകളിൽ ഇരിക്കുമ്പോഴല്ല, അധികാരം തെറ്റായി ഉപയോഗിക്കുന്നതിനെ ചെറുക്കാനുള്ള കരുത്ത് മുഴുവൻ ജനങ്ങൾക്കും ഉണ്ടാകുമ്പോഴാണ് ജനാധിപത്യം യഥാർത്ഥ ജനാധിപത്യമാകുന്നത് എന്ന് പറഞ്ഞ് മഹാത്മാഗാന്ധി ഇന്ത്യക്ക് വേണ്ടി നിർദ്ദേശിച്ച തെരഞ്ഞെടുപ്പ് ഭരണ സമ്പ്രദായം ഈ ജനപ്രതിനിധി ആധിപത്യമല്ല, പാർട്ടി ആധിപത്യമല്ല, ഓരോ 20 വീട്ടിലും കൂടിച്ചേർന്ന് തെരഞ്ഞെടുക്കുന്ന ഒരാൾ വാർഡ് മെമ്പറാകുകയും വാർഡ് മെമ്പർമാരിൽ നിന്ന് പഞ്ചായത്ത് പ്രസിഡന്റ്, അവരിൽ നിന്ന് താലൂക്ക് ജില്ലാ ഭരണാധികാരികൾ, അതിൽ നിന്ന് MLA, അതിൽ നിന്ന് MP, അങ്ങനെ 20 വീടുകളിലെ മാത്രം നേരിട്ടുള്ള തെരഞ്ഞെടുപ്പിന്റെ ഒരു സമ്പ്രദായമാണ് മഹാത്മാഗാന്ധി ഇന്ത്യക്ക് വേണ്ടി നിർദ്ദേശിച്ചിരുന്നത്. പക്ഷേ നാം ആ പഴയ ബ്രിട്ടീഷ് സമ്പ്രദായം തന്നെ തുടർന്നു പോരുകയും ജനാധിപത്യത്തിന്റെ ശ്രീകോവിലെന്ന് നമ്മെ വാഴ്ത്തുകയൊക്കെ ചെയ്തത് തികഞ്ഞ കാപട്യമാണ്. അധികാരം മനുഷ്യരെ ദുഷിപ്പിക്കും, അമിതാധികാരം അമിതമായി ദുഷിപ്പിക്കും. അത് കഴിഞ്ഞ 10 കൊല്ലങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ. മനുഷ്യരെ ഭ്രാന്ത് പിടിക്കാറുണ്ട്. ഞാൻ അങ്ങനെയുള്ള ധാരാളം പേരെ കണ്ടുകൊണ്ടിരിക്കുന്നു. അവർ അധ്യാപകരിലുണ്ട്, പോലീസുകാരിലുണ്ട്, ജഡ്ജിമാരിലുണ്ട്, ഭരണകർത്താക്കളിലും മാനസിക രോഗത്തിന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട് എന്ന് പറഞ്ഞാൽ മനുഷ്യന് ഭ്രാന്ത് പിടിക്കും. നായ്ക്കൾക്ക് ഭ്രാന്ത് പിടിക്കുമ്പോ അതിനെ പേ പിടിച്ചു എന്നാണ് പറയുക. മനുഷ്യന് ഭ്രാന്ത് പിടിക്കും, അധികാരത്തിനും ഭ്രാന്ത് പിടിക്കും, അധികാരിക്കും ഭ്രാന്ത് പിടിക്കും. അമിതാധികാരിക്ക് ഭ്രാന്ത് പിടിച്ചാൽ അധികാരിയുടെ ഭ്രാന്തും അമിതാധികാരിയുടെ ഭ്രാന്തും സമൂഹത്തിന് ഏൽപ്പിക്കുന്ന ആഘാതം സമഗ്രാധികാരം കൊതിക്കുന്ന ഒരു പാർട്ടിയും സമഗ്രാധികാരം കൈക്കൊള്ളാൻ വെക്കുന്ന പാർട്ടിയെ സമഗ്രാധികാരത്തിലാക്കിയിരിക്കുന്ന അധികാരിയും ഇതിനെ വന്നു കഴിഞ്ഞാൽ അതിഭീകരമായിരിക്കുന്ന നാടിന്റെ അവസ്ഥ കംബോഡിയയിലെ പോൾ പോട്ടും റഷ്യയിലെ സ്റ്റാലിനും അങ്ങനെ നിരവധിയായ സമഗ്രാധിപതികൾ, സർവാധിപതികൾ, ഏകാധിപതികൾ അതിന്റെ ദുരന്തം നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. കംബോഡിയയിലെ സൂസലെ ജയിലും കില്ലർ ഫീൽഡും ഒക്കെ കണ്ടതിന്റെ ഞെട്ടല് ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട്. ഞാൻ ഭരിക്കുമ്പോ ആരും ശബ്ദിക്കരുത്, ഞാൻ ഭരിക്കുമ്പോ ആരും ശബ്ദിക്കരുത്, ആരും ഒരു ചോദ്യവും എന്നോട് ചോദിക്കരുത്, വീട്ടിൽ പോയി ചോദിച്ചാൽ മതി. ഹേ ഭരണാധികാരി, നിങ്ങളോട് ചോദിച്ച് നിങ്ങൾ പറയേണ്ട ഉത്തരം എന്റെ വീട്ടിൽ പോയി ചോദിച്ചാൽ ആര് പറയാനാണ്? അവരാണ് ഉത്തരം പറയേണ്ടത്. ജനാധിപത്യത്തിന്റെ മുഖത്ത് നോക്കി ഇതുപോലെ പുച്ഛിക്കുന്ന, അവഹേളിക്കുന്ന ഒരു ഭരണാധികാരി കേരളത്തിൽ ഉണ്ടായിട്ടില്ല. ഇന്ത്യയിൽ എവിടെയെങ്കിലും സ്വാതന്ത്ര്യത്തിന് ശേഷം ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയില്ല. ഞാൻ ഭരിക്കുമ്പോൾ ആരും സമരം ചെയ്യാൻ പാടില്ല, ഒരാളും സമരം ചെയ്യാൻ പാടില്ല. സമരം ചെയ്യുന്നവരെ ഒരു കറുത്ത തുണിക്കഷണം കേരളത്തിന്റെ രാജ്യദ്രോഹമായത് നമ്മൾ കണ്ടു. ഒരു കറുത്ത തുണിക്കഷണം, ഒരു പൊതുയോഗത്തിന് കറുത്ത ബ്ലൗസോ കറുത്ത പാന്റോ ഇട്ട് കടക്കാൻ പാടില്ല എന്ന് പറയുന്ന അമ്പലപ്പ് നമുക്ക് കണ്ടുവരാൻ കേരളം. ഞാൻ ഭരിക്കുമ്പോൾ ആരും സമരം ചെയ്യുന്നു. കരിങ്കൊടി വീശാൻ സാധ്യതയുള്ളവരെ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് വീട് വളഞ്ഞ്
അറസ്റ്റ് ചെയ്ത് കരുതൽ തടങ്കിൽ വെച്ച ഭരണം നമ്മൾ കണ്ടു. അപ്പോഴും കേരളത്തിന്റെ ഭരണത്തിന്റെ തലവനായി കരുതപ്പെടുന്ന ഗവർണർക്ക് ഇതൊന്നും ബാധകമായിരുന്നില്ല. ഗവർണറുടെ മുമ്പിൽ സമരം ചെയ്യാൻ അദ്ദേഹത്തിന്റെ വണ്ടിക്ക് മുമ്പിൽ ചാടി വീണവരെ രക്ഷാപ്രവർത്തനം നടത്തിയില്ല. കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിൽ എതിർ സമരത്തിൽ ഗവർണർക്കെതിരെ പ്രതിഷേധിക്കുന്നവരുടെ നായകനെയും നായികയെയും പോലീസ് സ്ഥലത്തെത്തിക്കുന്നു. അവർ പ്രതിഷേധിക്കുന്നു, അവരെ പോലീസ് നേരിട്ട് പിടിച്ചു മാറ്റുന്നു. പിറ്റേ ദിവസവും രാവിലെ മുൻകൂട്ടി പ്രഖ്യാപിക്കപ്പെട്ട പ്രതിഷേധത്തിന് അവർ തിരിച്ചെത്തുകയാണ് അവിടെ. അതേസമയം മുഖ്യമന്ത്രി പോകുന്ന വഴിക്കരികിൽ നിന്ന് കരിമണി വീശാൻ ഏതെങ്കിലും പ്രതിപക്ഷ പാർട്ടിയിലെ യുവജനങ്ങൾ ഉണ്ടെങ്കിൽ അവരെ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് കരുതൽ തടങ്കലിൽ വയ്ക്കുകയും ഭരണാധികാരി പോയിക്കഴിഞ്ഞ് ഉറപ്പുവരുത്തി മാത്രം തുറന്നുവിടുകയും ചെയ്തിരുന്ന നാടുകളിലാണ് ഇങ്ങനെയൊന്നും സംഭവിച്ചത്. ഞാൻ ഭരിക്കുമ്പോൾ ആരും സമരം ചെയ്യണ്ട, എതിർ ശബ്ദങ്ങളെ ജയിലിലടച്ചും ഭീഷണിപ്പെടുത്തിയും സമരങ്ങളെ അവഗണിച്ചും അടിച്ചമർത്തിയും ഒരു ചക്രവർത്തി വാഴ്ചയാണ് കേരളത്തിൽ നടന്നത്. സ്റ്റാലിന്റെയും പോൾപോട്ടിന്റെയും ഹിറ്റ്ലറുടെയും ദുർമുഖം കേരളത്തിൽ മിന്നി മിന്നി തെളിയുന്നത് പലപ്പോഴായി കണ്ടവരാണ് നമ്മൾ. വാണിക്കൽ രാമകൃഷ്ണനിൽ നിന്ന് തുടങ്ങി പടർന്നത് TP ചന്ദ്രശേഖരനിലേക്കും നവീൻ ബാബുവിലേക്കും ഒക്കെ പടരുന്നത് കണ്ടവരാണ് നമ്മൾ. അധികാരത്തിന്റെ പേരിളകിയ ഒരു വരുമാനം നമ്മൾ കേരളത്തിലാണ്. അധികാരത്തിന്റെ പേരിളകിയതാണ്. അധികാരത്തിന്റെ പേരിളകിയ ഗവൺമാൻ ചെറുപ്പക്കാരെ ഓടിച്ചിട്ട് കടിക്കുന്നത് നമ്മൾ കണ്ടു. ക്രൂരമർദ്ദനങ്ങൾ ജീവൻ രക്ഷാ പ്രവർത്തനങ്ങളായി ആസ്വദിക്കുകയും അനുമോദിക്കുകയും ചെയ്യുന്ന സാഡിസ്റ്റ് ഭരണാധികാരിയെ ഭയക്കാതിരിക്കാൻ സാധിക്കില്ല. ഭയമായിരുന്നു കേരളത്തിലെ സാധാരണക്കാർക്ക്, മിണ്ടാൻ ഭയം. എത്രയോ പേരാണ് പ്രതികരിക്കുന്ന ഞങ്ങളോടെല്ലാം ഇങ്ങനെ പറയരുത്, പറഞ്ഞാൽ ജയിലിൽ പോകേണ്ടി വരും, കേസ് വരും, പോലീസ് വരും. ഭയമായിരുന്നു ഈ കഴിഞ്ഞ 10 കൊല്ലം കേരളത്തിലെ സാധാരണക്കാരെ ഭരിച്ചിരുന്നത്. ജനകീയ ഭയമായിരുന്നു. ഞാൻ 13 ദിവസം ജയിലിലാണ്. ഞാൻ ജയിലിൽ പോയത് അമേരിക്കൻ ഫാർമസിസ്റ്റ് അസോസിയേഷൻ പ്രസിദ്ധീകരിച്ച കൺസ്യൂമർ ഡ്രഗ് റഫറൻസ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് പുസ്തകത്തിൽ ഡോക്സിസൈക്ലിൻ എന്ന് പറഞ്ഞ മരുന്നിന്റെ ദോഷഫലങ്ങൾ എഴുതിയിരുന്നത് വായിച്ച് മലയാളത്തിൽ പറഞ്ഞതിന്റെ പേരില്ല. പിന്നെ അതിനുശേഷം വാക്സിനെതിരെ പറഞ്ഞു എന്നുള്ള ഒരു വലിയ ആരോപണ കുറ്റം കൂടെ എന്റെ പേരിൽ ചാർത്തപ്പെട്ടു. കെ ശൈലജയ്ക്ക് അമേരിക്കയിൽ ഒരു വാക്സിൻ കോടതി പ്രവർത്തിക്കുന്നു എന്നുള്ളത് അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല. വാക്സിൻ കൊണ്ട് മരിക്കുന്നവർക്കും പരിക്ക് പറ്റുന്നവർക്കും മറ്റു രോഗങ്ങൾ ഉണ്ടാകുന്നവർക്കും നഷ്ടപരിഹാരം കൊടുക്കാൻ അമേരിക്കയിൽ ഒരു വാക്സിൻ കോർട്ടുണ്ട്. $6 ബില്യൺ ഇതിനോടകം 1986 തുടങ്ങി വാക്സിൻ വിക്ടിംസിന് $600 ലക്ഷം നഷ്ടപരിഹാരം കൊടുത്തു കഴിഞ്ഞു. നമ്മുടെ നാട്ടില് ഇതെല്ലാം മറച്ചു വെച്ച ഭരണാധികാരി അതിനെ കുറിച്ച് പറഞ്ഞതിന്, അത് ചൂണ്ടിക്കാണിച്ചതിന് ഇല്ല. ഏതായാലും ഓരോരോ പേരിലാണ് എനിക്ക് ഇഷ്ടമുള്ളത് മാത്രമേ ഈ നാട്ടില് പറയാവൂ, പ്രവർത്തിക്കാവൂ എന്നുള്ളൊരു സാധ്യത. എതിർ ശബ്ദങ്ങളെ ആദരവോടെ കേൾക്കാനും അതിനെ ഉൾക്കൊള്ളാനുമുള്ള ജനകീയമായ മര്യാദയില്ലാത്ത ഒരു ഭരണകൂടവും ഈ വകുപ്പില്ല. കോവിഡിന്റെ സമയത്ത് അപ്പോഴും എന്റെ പേരിൽ ഒരു കേസ് ഉണ്ടായി. ഇപ്പൊ 6 കേസുകളാണ് എന്റെ പേരിൽ വന്നത്. അതിൽ കോവിഡിന്റെ പേരിൽ വന്ന കേസ് 5 കൊല്ലം വിചാരണ നടത്തി എറണാകുളത്തെ മജിസ്ട്രേറ്റ് കോടതി എന്നെ വെറുതെ വിട്ടിട്ടുണ്ട്. ബാക്കിയുള്ള കേസുകളിലും വെറുതെ വിടുമെന്ന് എനിക്കറിയാം.
സത്യം എന്റെ ഭാഗത്താണ്, ശാസ്ത്രം എന്റെ ഭാഗത്താണ്. കാരണം മെഡിക്കൽ ടെക്സ്റ്റുകൾ വെച്ചാണ് ഞാൻ ഈ കോടതിയെ അത് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുള്ളത്. എന്റെ കമ്പ്യൂട്ടർ 1,00,000 രൂപ വരുന്ന കമ്പ്യൂട്ടർ സാമഗ്രികൾ 5 കൊല്ലമായി ക്രൈംബ്രാഞ്ച് പിടിച്ചെടുത്ത് 5 കൊല്ലമായി ക്രൈംബ്രാഞ്ചിന്റെ കയ്യിൽ ഇരിക്കുകയാണ്. എന്നെ അറസ്റ്റ് ചെയ്യാൻ വന്ന ക്രൈംബ്രാഞ്ചിന്റെ ഓഫീസർ, സർക്കിൾ ഇൻസ്പെക്ടർ എല്ലാം കഴിഞ്ഞപ്പോൾ പറഞ്ഞു എന്റെ ഭാര്യ സാറിന്റെ ചികിത്സയിൽ ഇപ്പോൾ 5 കൊല്ലമായിട്ട് കുഴപ്പമില്ലാതെ ജീവിക്കുകയാണ്. പക്ഷെ സാറേ മോളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ചെയ്യും. ഞാൻ PS അച്യുതാനന്ദന്റെ ആരോഗ്യ കാര്യങ്ങളിൽ കുറച്ചൊക്കെ സഹായിക്കുമായിരുന്നു. അതിന്റെ പേരിൽ കൂടിയുള്ള വൈരാഗ്യമാണ് ഭരണകൂടം എന്നോട് ചോദിച്ചത്. ജോസഫ് സി മാത്യു ഇടപെട്ടിട്ടാണ് PS അച്യുതാനന്ദൻ പ്രസ്താവന നടത്തി എന്നെ അറസ്റ്റ് ശരിയായി. ഓരോരോ കാര്യങ്ങളിലെ മുൻവൈരാഗ്യം വെച്ചുകൊണ്ട് വേട്ടയാടപ്പെട്ടിട്ടുള്ള അനേകം പേര്. ഇത് ഏകാധിപതിയുടെ ഒരു കാര്യം. മറ്റൊരു പറഞ്ഞ വാങ്ങാം. എതിർ സ്ഥാനാർത്ഥിക്ക് നോമിനേഷൻ പോലും കൊടുക്കാൻ കഴിയാത്ത ഒരു കേരളമാണിത് എന്ന് പറഞ്ഞാൽ പിന്നെ ഈ ഭരണകൂടം അധികാരം കിട്ടിയവൻ കാട്ടിക്കൂട്ടുന്ന വിക്രിയകൾക്കും പല കോളേജുകളിലും, കേരളത്തിലെ പല കോളേജുകളിലും എതിർ സ്ഥാനാർത്ഥിക്ക് നോമിനേഷൻ കൊടുക്കാൻ സാധിക്കില്ല, അടിച്ചവന്റെ തലമുറ. ചില ഗ്രാമങ്ങളിൽ പാർട്ടി പറയുന്നത് അനുസരിച്ച് ജീവിച്ചാൽ നിങ്ങൾക്ക് മര്യാദക്ക് ജീവിക്കാം. ഈ അവസ്ഥയാണ് കേരളത്തിൽ വരുന്നത്. അതുകൊണ്ട് അധികാരത്തിന്റെ മാത്രമല്ല ഈ ഏകാധിപത്യ പ്രവണത എന്നതും കൂടെ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് നാം ഇനി കൂടിച്ചേരൽ നടത്തേണ്ടത്. പാർട്ടിക്കാരെ വെറുപ്പിക്കാതിരുന്നാൽ ജീവിച്ചു പോകാം എന്ന ഒരന്തരീക്ഷം കേരളത്തിന്റെ പല ഭാഗങ്ങളിലും നടപ്പിലായിരിക്കുന്നു എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സ്വാതന്ത്ര്യമെന്നും സമത്വമെന്നും ഒക്കെ പറയുന്ന മുദ്രാവാക്യങ്ങൾ മുഴക്കുന്നവര് പക്ഷേ നമ്മിൽ അടിച്ചേൽപ്പിക്കുന്നത് ഭയവും അവരുടെ ആധിപത്യവും സമഗ്രാധിപത്യവുമാണ് എന്നത് കാണാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഭരിക്കുന്നിടത്ത് മാത്രമല്ല അവർ പെരുമാറുന്നിടങ്ങളിലെല്ലാം ഈ ഭീകരത വളർന്നു വരുന്നു എന്നുള്ളത് കൂടെ നാം കാണേണ്ടതുണ്ട്. അതിപ്പോ മതത്തിന്റെ പേരിൽ കൂടെ വ്യാപിക്കുന്നു എന്നുള്ള ഇരുതല വാളായി, ഡെമോക്രസിന്റെ വാള് പോലെ നമ്മുടെ തലയ്ക്ക് മീതെ 2 വാളുകൾ തൂക്കിക്കിടക്കുകയാണ് എന്നതും നാം ഇക്രമത്തിൽ ഓർമ്മിക്കേണ്ടതുണ്ട്.